സൂചിപ്പാറ സൺറൈസ് വാലിയിലാണ് ഇന്ന് കടാവർ നായകളെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ട ഹെലികോപ്റ്റർ സൂചിപ്പാറയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മഹേഷ് പോലൂർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തത്സമയം ചേരുന്നുണ്ട്. മഹേഷ്, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന 9ാം നാളിലും തിരച്ചിൽ സജീവമായിട്ട് നടക്കുമ്പോൾ ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ് ഈ സൂചിപ്പാറ, അതായത് സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായിട്ടുള്ള തിരച്ചിൽ നടന്നത്. ഇന്നിപ്പോൾ കടാവർ നായകളെ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിൽ നടത്തുന്നതിലൂടെ സൈന്യം അല്ലെങ്കിൽ ഈ രക്ഷാ സംഘം എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഫരിഷ, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ സൺറൈസ് വാലിയിൽ കടാവർ ഡോഗുകളെ എത്തിച്ചു എന്നുള്ളതാണ്. കൃത്യമായി അവിടെ ലാൻഡ് ചെയ്യിക്കുന്ന ദൃശ്യങ്ങളാണ്, ഒരു ബാസ്ക്കറ്റിൽ കടാവർ ഡോഗുകളെ ഡ്രോപ്പ് ചെയ്യിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. അതോടൊപ്പം ഇന്ന് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇന്നലെ കുറെ കൂടി ഉയരത്തിലായിരുന്നു ഈ ഹെലികോപ്റ്ററിന് നിൽക്കാൻ സാധിച്ചിരുന്നത്. താഴേക്ക് ലാൻഡ് ചെയ്യിക്കാൻ ആ പ്രദേശത്ത് സാധ്യമായിരുന്ന ഒരു ടെറൈൻ ആയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറെ കൂടി ഏതാണ്ട് ഒരു 2 അടി ഉയരത്തിൽ വരെ ഇന്ന് ഈ ഹെലികോപ്റ്ററിന് എത്താൻ സാധിച്ചു. നിലത്ത് നിന്ന് പ്രതലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 2 അടി ഉയരത്തിൽ വരെ എത്താൻ സാധിച്ചു. ലാൻഡ് ചെയ്തതിന് സമാനമായി തന്നെ ഇന്ന് അത്രയേറെ ബുദ്ധിമുട്ടുള്ള ദുർഘടമായ ഒരു പ്രതലത്തിൽ ഹെലികോപ്റ്റർ എത്തിച്ചു എന്നുള്ളതും വളരെ നിർണായകമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബാസ്ക്കറ്റിൽ റോപ്പിൽ താഴേക്ക് ഇറക്കുന്നതിന് പകരം സൈനികരെ കുറെ കൂടി ഈ പ്രതലത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വളരെ സങ്കീർണമായ അതിദുർഘടമായ പാതയിലൂടെയാണ് ഈ ദൗത്യം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 12 അംഗ സംഘവും അതോടൊപ്പം തന്നെ കടാവർ ഡോഗിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അരിച്ചുപെറുക്കിയുള്ള ഒരു പരിശോധന സൺറൈസ് വാലിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ 4 കിലോമീറ്റർ ആയിരുന്നു താണ്ടിയതെങ്കിൽ ഇന്ന് അതിനപ്പുറത്തേക്ക് കുറെ കൂടി വിശാലമായ ഒരു പരിശോധനയാണ് ഇന്ന് നടത്തുന്നത്. ഇന്നലെ ഈ മൃതദേഹങ്ങളുടെ സ്മെൽ ഉണ്ട് എന്ന് കരുതിയിരുന്ന ആ പ്രദേശത്തേക്കാണ് ഈ ഡോഗുകളെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവിടെ പരിശോധിച്ച് ഏതെങ്കിലും ഭാഗത്ത് അത്തരത്തിൽ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അവിടെ കുഴിച്ച് പരിശോധിക്കാനുള്ള സാമഗ്രികളുമായൊക്കെയാണ് ഇപ്പോൾ സംഘം തിരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന സംഘത്തോടൊപ്പം തന്നെ അതിൽ ടീം അംഗങ്ങളിൽ മാറ്റമുണ്ട്. എന്നാൽ പോലും സൈനികർ കഥക് വിഭാഗത്തിൽപ്പെട്ട സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച സൈനികരുണ്ട്. ഒപ്പം SOGയുടെ 4 കമാൻഡോസ് ഒപ്പമുണ്ട്, 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും, അങ്ങനെ 12 പേരാണ് ആ യാത്രയിലുള്ളത്. അതോടൊപ്പമാണ് ഇപ്പോൾ കടാവർ ഡോഗിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് കൂടിയുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തെ പരിശോധന ഇന്ന് വളരെ നിർണായകമാണ്. കാരണം ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ കണ്ണിൽ കാണുന്ന ദൂരത്തിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ മൃതദേഹങ്ങളോ മറ്റും ഒന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വിശാലമായ പരിശോധനയിലൂടെ കൂടുതൽ വൈദഗ്ധ്യമുള്ള പരിശോധന ഒരു സജ്ജീകരണങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് കൃത്യതയാർന്ന ഒരു പരിശോധന ആ ഭാഗത്തുണ്ടാകും. നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത ഏതാണ്ട് 6 മുതൽ 7.5 കിലോമീറ്റർ വരെയുള്ള ദൂരമാണ് ഈ വനമേഖലയിലുള്ളത്, വനപാതയിലുള്ളത്, നിബിഡ വനത്തിലുള്ളത്. അപ്പോൾ ഈ പ്രദേശത്തെ കുറെ കൂടി കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിൽ നിന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെയുള്ള മേഖലയിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. സൂചിപ്പാറയ്ക്ക് താഴ്വാരത്തും ഇന്ന് സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ അവരുടെ പരിശോധനയുമുണ്ട്. അവിടെ ഇതിനിടയിലുള്ള പ്രദേശമാണ്, രക്ഷാപ്രവർത്തകരൊക്കെ കുടുങ്ങിപ്പോയ ഒരു പ്രദേശമാണ്. നേരത്തെ ഈ പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഈ പരിശോധന വ്യാപിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കടാവർ ഡോഗ് ഉൾപ്പെടെയുള്ള പരിശോധനാ സംഘം ടീം അവിടെ എത്തി വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഫരിഷ, ശരി. കടാവർ നായകളുമായിട്ടുള്ള സംഘം സൺറൈസ് വാലിയിലെത്തി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. മഹേഷ് പുല്ലൂർ തുടരുന്നുണ്ട്. മഹേഷ്, ഈ മുണ്ടക്കൈയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തിരച്ചിൽ തുടരുമ്പോഴും ചാലിയാറിലും സമാനമായിട്ടുള്ള തിരച്ചിൽ നടന്നിരുന്നു. ഇന്നിപ്പോൾ ചാലിയാറിലും തിരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും ആ ഭാഗത്തുള്ള തിരച്ചിൽ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ സാധ്യമായ തരത്തിലൊക്കെ അവിടെ ഒരു വലിയ മാസ് ഒരു തെരച്ചിൽ അവിടെ നടന്നിരുന്നു. അതിനുശേഷവും അങ്ങിങ്ങായി ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുത്തുകളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ കൂടി കയറിയുള്ള ഒരു പരിശോധന അവിടെ ഉണ്ട്. അവിടെ കുറെ കൂടി സന്നദ്ധ പ്രവർത്തകരാണ് ആ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ പുഞ്ചിരിവട്ടം മുതൽ ചാലിയാർ വരെയുള്ള ഈ പുഴയുടെ ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ ദൂരം വരുന്ന മേഖല മുഴുവൻ ഇന്ന് പരിശോധനയുണ്ട് എന്ന് പറയാം. ഇന്നലെയും ആ തരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്കുണ്ടായിരുന്ന ഒരു കാര്യം, ഇന്നലെ കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല.
ഈ സൺറൈസ് വാലിയിലൊന്നും. ഇന്ന് തെളിഞ്ഞ ആകാശമാണ്, ഇതുവരെ മഴ പെയ്തിട്ടില്ല, കുറെ കൂടി വെയിൽ ലഭിക്കുന്നുണ്ട്, കുറെ കൂടി കാഴ്ച ലഭിക്കുന്ന ഒരു കാര്യമുണ്ട്. കോടമഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് ഈ മേഖലയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള തെരച്ചിൽ, പ്രത്യേകിച്ച് വനപാതയിലുള്ള തെരച്ചിൽ വളരെ നിർണായകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. 152 പേരുടെ കാണാതായ സാഹചര്യത്തിൽ അവരെവിടെയെന്ന് തിരയാനുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും മണ്ണിനടിയിലും ഒക്കെ ഉണ്ടാകും, ഈ നമ്മുടെ പുഞ്ചിരിമട്ടം മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗത്തൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ റഡാർ സംവിധാനം ഉപയോഗിച്ച്, തെർമൽ സ്കാനർ സംവിധാനം ഉപയോഗിച്ച്, ഡ്രോൺ റഡാർ സംവിധാനം ഒക്കെ ഉപയോഗപ്പെടുത്തിയുള്ള പരിശോധന, സാങ്കേതിക വിദ്യ കൂടി കുറെ കൂടി ചേർത്ത് വെച്ചുള്ള ഒരു പരിശോധന അവിടെ നടക്കുകയാണ്. 1126 സൈനികർ അവിടെ പരിശോധന ആ സംഘത്തിലുണ്ട്. സന്നദ്ധ പ്രവർത്തകർ വേറെയുമുണ്ട്. അപ്പോൾ ഒരു വലിയ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന തെരച്ചിലിന്റെ അതേ വേഗത്തിൽ തന്നെയാണ്. അക്കാര്യത്തിൽ പുറകോട്ട് പോയിട്ടില്ല നമ്മൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു തരത്തിൽ പോലും രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത അല്ലെങ്കിൽ തിരച്ചിലിന്റെ വേഗം കുറയ്ക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സന്നദ്ധ പ്രവർത്തകരെല്ലാം അതിരാവിലെ തന്നെ എത്തുന്നുണ്ട്. പക്ഷേ പരിശോധന നേരത്തെയൊക്കെ കഴിയാവുന്ന അത്ര രാത്രി വരെ വെളിച്ചവും സംവിധാനവും ഒക്കെ വെച്ച് നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറെ കൂടി പ്രകാശം കുറയുന്ന സമയത്ത്, വെളിച്ചം കുറയുന്ന സമയത്ത് ഈ മേഖലയിലുള്ള തിരച്ചിൽ അവസാനിപ്പിക്കാറുണ്ട്. വനപാതയിൽ എന്തായാലും രാത്രികാലങ്ങളിൽ തിരച്ചിൽ ഒട്ടും സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 4 മണി 5 മണി വരെയൊക്കെയാണ് അവിടെ വെളിച്ചം കൃത്യമായി ലഭിക്കുക. ആ സമയം വരെയും അവിടെയും പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ കവർ ചെയ്തിരിക്കുന്ന 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് കൂടാതെ അങ്ങോട്ട് എത്താത്ത ഒരു 2.5-3 കിലോമീറ്റർ കൂടിയുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് ആദ്യം പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഇന്നലെ പരിശോധന നടത്തിയ മേഖലയിൽ അവിടെ കടാവർ ഡോഗുകളെ കൂടി ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തുമെന്നുള്ളതാണ്. നേരത്തെ രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ ഇവിടെയൊക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട്, ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അങ്ങോട്ടേക്ക് വലിയ പരിശോധനകൾ വ്യാപകമാക്കിയത്. പരിശോധന തുടരുകയാണ്. പുഞ്ചിരിമട്ടം മുതൽ ചാലിയാർ വരെയുള്ള മേഖലയിൽ ഇന്നും അരിച്ചുപെറുക്കിയുള്ള പരിശോധന തന്നെയാണ്.